മോൻ എവിടെയുണ്ട്? നിങ്ങളെന്താ ഒന്നും പറയാത്തത്? എന്റെ മോൻ എന്തെങ്കിലും? ഇല്ല, മോനൊരാപത്തും പറ്റിയിട്ടില്ല. പിന്നെ അവൻ ഗംഗാധരന്റെ കയ്യിലാണ്. എന്റെ ഈശ്വര, ആ കാലൻ എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലും? ഒന്നുമില്ല, അവന് വൈരാഗ്യം എന്നോടാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെന്നാൽ മോനെ എന്റെ കൂടെ വിടാമെന്നാണ് അവൻ പറഞ്ഞത്. ഒറ്റയ്ക്കോ? ഈ നിസ്സാര കാര്യത്തിനാണോ മോനെ പോലീസിൽ പിടിപ്പിക്കുമെന്ന് പറഞ്ഞത്? മനുഷ്യബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്തവനാണ് നിന്റെ അച്ഛൻ. സ്നേഹം എന്തെന്നറിയാത്തൊരു മൃഗം. അച്ഛൻ എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഇല്ല, അവിടെയാണ് മോനെ തെറ്റുപറ്റിയത്. അയാൾക്ക് കാക്കി ഉടുപ്പിനോട് മാത്രമേ സ്നേഹമുള്ളൂ. അന്നൊരു നിമിഷം അയാൾ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്റെ നിർമ്മല നശിക്കില്ലായിരുന്നു, അവൾ മരിക്കില്ലായിരുന്നു. അയാൾ വരും. മോനെ കണ്ടുകിട്ടിയതിൽ സന്തോഷിക്കാനല്ല, കയ്യിൽ വിലങ്ങിട്ട് എന്നെയും നിന്നെയും ഇരുമ്പഴിയിൽ കയറ്റാൻ. എനിക്ക് പേടിയാവുന്നു. നമുക്ക് എവിടെയെങ്കിലും ഓടി. ഇവിടെ നിന്ന് ഞങ്ങൾ അറിയാതെ ആരും എവിടെയും പോകാൻ പാടില്ല. അത് ആപത്താണ്. ബിജുമോൻ, ബിജുമോൻ, ബിജുമോൻ. അച്ഛൻ വന്നത് നിന്നെ രക്ഷപ്പെടുത്താനില്ല, എന്നെയും നിന്നെ അറസ്റ്റ് ചെയ്യാൻ. നോക്കവിടെ, അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ കുറെ പോലീസുമായിട്ട് വന്നാൽ നിന്റെ ശവമായിരിക്കും കൊണ്ടുപോകുക എന്ന് ഞാൻ പറഞ്ഞതാണ്. പോയവിടെ. പോലീസുണ്ട്. രതീഷിനെ ആര് വെടിവെച്ചു കൊന്നു? പോലീസുകാർ. നിന്റെ അച്ഛനെ നിനക്കിപ്പോ മനസ്സിലായോ? ആ പാവം ചെറുക്കനെ വെടിവെച്ചു കൊന്നു. ഏതായാലും മുന്നിവിടെ നിൽക്കണ്ട, പോ പോ. നീ എന്തിനാ അവനെ കൊന്നു? അവൻ ഓടിപ്പോകാൻ ശ്രമിച്ചു. ചെന്ന് കയറുന്നു പോലീസിന്റെ വായിലായിരിക്കും. ഇതവനൊരു പാഠമായിരിക്കട്ടെ. ഏതായാലും ബിജുമോനെന്ന് അറിയരുത്. വാ വാ.